വീഡിയോ തുടങ്ങാൻ വരട്ടെ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം ചർച്ച ചെയ്യാം. എന്താ വെച്ചാൽ ഈ വീഡിയോ തുടങ്ങാനുള്ള കാരണം എന്താ ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 7ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും വലിയ ആളാവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അതായത് മെസ്സി, റൊണാൾഡോ അതുപോലത്തെ വലിയ ഫിഗേഴ്സിനെയായിരുന്നു നോക്കേണ്ടിരുന്നത്. അത് അങ്ങനെ ഭയങ്കര വലിയ ഡോപ്പമിൻ ബൂസ്റ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും ആവണം എന്നൊക്കെ ഉള്ളൊരു വലിയൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അടുത്തൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറേ ഗോൾ വയ്ക്കുക, കുറേ അതിന് വേണ്ടി വർക്ക് ചെയ്യുക, അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ഇത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു. ഓക്കെ, ഞാനിപ്പോൾ ഈ ഗെയിം കളിക്കാൻ പോവുകയാണ്, ലൈഫ് എന്നുള്ള ഗെയിം കളിക്കാൻ പോവുകയാണ്. അതിൽ ഇങ്ങനെ ഇത്ര വലിയ പൊസിഷനിലെത്തണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഓക്കെ, എന്താണ് ഇപ്പോൾ എന്തിനാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണേ എന്നുള്ളൊരു ചെറിയൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായി തുടങ്ങി. അതും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ചോദ്യം കൂടെ ഉണ്ടായി. എന്താ വെച്ചാൽ വെർ ഡു വി ഗോ ആഫ്റ്റർ ഡെത്ത്? അതായത് മരിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഉണ്ടാവില്ല, ഈ പറഞ്ഞ ഗോളുകൾ അതൊന്നും നമ്മൾക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവില്ല. സോ ബ്ലാങ്ക് ആവും. ഞാൻ വിചാരിച്ച് ഇതിനുള്ള ഉത്തരം വേറെ ആൾക്കാർക്ക് ഉണ്ടാവും, അത് എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ നമ്മളൊന്നും പറയാത്തതാണ്, അറിവില്ലാത്ത കാരണം പറയാത്തതാണെന്നൊക്കെ വെച്ചിട്ട് എനിക്ക് നടന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ഓരോ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം ഇങ്ങോട്ട് തരാൻ പറ്റുന്നില്ല. അപ്പോൾ എക്സ്പ്ലനേഷൻ അവർക്ക് ഒട്ടും റെഡി ആവണില്ല. അവർ ലാസ്റ്റ് എത്തിക്കുന്നത് ഈ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനാണ്. പക്ഷേ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ആക്ച്വലി? നമ്മൾ വെർ ഡു വി ഗോ ആഫ്റ്റർ ഡെത്ത്? എൻ്റെ പേര് ഡെൽവിൻ സിരാജു. പിന്നെ ഈ ഒരു വീഡിയോ ലൈഫ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള പ്ലേ ലിസ്റ്റിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ ഇതുവരെ ആ ചാനൽ അപ്പോൾ ആ ഒരു പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് സന്ദർശിക്കുക, ലിങ്ക് കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു ചെറിയൊരു കാരണം പറഞ്ഞുതരാം. എന്താ വെച്ചാൽ എല്ലാവരും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇപ്പോൾ എന്താണോ ആയിട്ട് ഒരു കൂട്ടാൻ പറ്റിയെങ്കിൽ അത്ര നല്ലത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്താണ് ലൈഫ് എന്നുള്ള വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ലിവ് എന്നുകൊണ്ടുള്ള വാക്കുന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ ബോഡി, അങ്ങനെയൊക്കെയാണ്. അതുപോലെ ലിവ് എന്നുള്ള വാക്കുണ്ടായത് ലൈപ്പ് എന്നുകൊണ്ടുള്ള വാക്കെന്നാണ്. ലൈപ്പ് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ യൂറോപ്യൻ അവിടുത്തെ ഭാഷയിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു സ്റ്റിക്ക് അല്ലെങ്കിൽ ടു ഗ്ലൂ എന്നൊക്കെയാണ്. ഓക്കെ, നമുക്കൊരു മേജർ ഡെഫിനേഷൻ നോക്കാം. ബർത്ത് ടു ഡെത്ത് വരെയുള്ള ഈ ഒരു ടൈമിനെ നമ്മൾ പറയണ ക്യാരക്ടറിസ്റ്റിക്കാണ് ലൈഫ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഡെഫിനേഷനാണ്, ഒരു പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ശരിക്കും എങ്ങനെയാണോ? ഇതിനായിട്ടും കുറേ ഡെഫിനേഷൻ അങ്ങനെ പറയുമ്പോൾ ലൈഫിനെ കുറിച്ചിട്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിലൊന്നും അടിച്ചു കൊടുത്താൽ മില്യൺസ് ഓഫ് ഡെഫിനേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നല്ല നമ്മളിവിടെ നോക്കണേ. ഫോർ എക്സാമ്പിൾ വേറൊരു ഡെഫിനേഷൻ പറഞ്ഞുതരാം. വിക്കിപീഡിയ തന്ന ഒരു ഡെഫിനേഷനാണ് എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് ഫിസിക്കൽ എൻറ്റിറ്റീസ് ദാറ്റ് ഹാവ് ബയോളജിക്കൽ പ്രോസസ്സസ് ഫ്രം ദോസ് ദാറ്റ് ഡു നോട്ട്. കൊള്ളാം, ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും നല്ലൊരു ഡെഫിനേഷൻ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതിലൊന്നുമല്ല താല്പര്യം, എനിക്കെന്നല്ല ആർക്കും ഇതിലൊന്നും ആവരുത് താല്പര്യം. എന്താ വെച്ചാൽ ദർ ഈസ് അനദർ തിങ് കോൾഡ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്, ഒരു വേ ഓഫ് തിങ്കിങ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ അഡാപ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ടെസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതും അല്ല അങ്ങനത്തുള്ള തിയറികളാണ്. നിങ്ങൾക്ക് തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ആൽബർട്ട് ഐൻസ്റ്റൈൻ തിയറി ആണെങ്കിലും ഒരു ചെറിയ ആൾക്കാർക്ക് ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് തെറ്റാന്ന് പറഞ്ഞാൽ ഓക്കെ അഡാപ്റ്റബിൾ ആണ്. സോ സയൻസ് ഈസ് സംതിങ് വർക്കിംഗ്. അതാണ് നമ്മുടെ മെഡിസിനിലൊക്കെ ഉള്ളതും. അതുപോലെ നമ്മൾ ആകാശത്തേക്കൊക്കെ ആസ്ട്രോണോമറ്റ്സ് പോകുന്നതൊക്കെ ഈ ഒരു സയൻസ്. സോ വി ക്യാൻ തിങ്ക് വാട്ട് ദ സയൻസ് ഈസ് സെയിങ്. ഓക്കെ, ഈ വിക്കിപീഡിയ തന്ന ഒരു ഡെഫിനേഷൻ ഏകദേശമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവർ പറയുന്നത് നമ്മുടെ നോൺ ലിവിങ് തിങ്സ് എന്ന് ലിവിങ് തിങ്സിൽ ഉണ്ടായത് എന്താണോ അതാണ് ലൈഫ് എന്നാണ്. ശരിയാണ്, ഒരു ഏകദേശം നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. പക്ഷേ നമുക്കൊന്നുകൂടെ അതിൻ്റെ ഉള്ളിൽ പോകാം. എന്താണ് നമ്മുടെ ലിവിങ് ബീയിങ്സിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത്? അതാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോണേ. എന്താണ് മറ്റേ നോൺ ലിവിങ് തിങ്സിൽ ഇല്ലാത്തത്? ഓക്കെ, നമുക്ക് സയൻസ് ഇപ്പം തരുന്ന ഡെഫിനേഷൻ നോക്കാം. ലൈഫ് ഈസ് എ പ്രോസസ് ഒക്കറിങ് ഇൻ ഹൈലി ഓർഗനൈസ്ഡ് ഓർഗാനിക് സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ പ്രീ പ്രോഗ്രാംഡ്, ഇൻട്രാക്റ്റീവ്, അഡാപ്റ്റീവ്
ആൻഡ് എവല്യൂഷണറി. ഓക്കെ, കേൾക്കാനൊക്കെ സുഖമുണ്ടെങ്കിലും ഇതിൻ്റെ ഓരോ വാക്കിനും നല്ല ഡെപ്ത് ഉണ്ട്. നമുക്കെന്തായാലും ഓരോ വാക്കും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹൈലി കോംപ്ലക്സ് ഓർഗാനിക് സ്ട്രക്ചേഴ്സ്? സെഗ്മെന്റ് 1, കാർബൺ. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ കാർബൺ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ? ഫ്രം ഞാൻ ഇതിൽ സംസാരിക്കുന്ന തൊട്ടിട്ട് ചിരിക്കുന്ന തൊട്ടിട്ട് ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റി ചെറുത് ചെയ്യുന്ന തൊട്ടിട്ട് എല്ലാം കാർബണിൻ്റെ ഒരു കളികളാണ്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു 3 ചിത്രങ്ങൾ കാണണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചിത്രത്തിൽ ഈസ്റ്റ് ഇട്ടൊക്കെയാണ്, അതിൽ ഗ്ലൂക്കോസ് ഇല്ല, അപ്പോൾ ബലൂൺ ചുങ്ങിയിട്ടിരിക്കുന്നുണ്ടാവും. രണ്ടാമത് അവിടെ ഈസ്റ്റിൻ്റെ ഒപ്പം കുറച്ച് ഗ്ലൂക്കോസ് 1 ഗ്രാം ഇട്ടുണ്ട്, അടുത്തതിൽ 5 ഗ്രാം ഇട്ടുണ്ട്. ഈ 5 ഗ്രാം ഇട്ടതിലാണ് ഏറ്റവും കൂടുതൽ ബലൂണ് ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനേറോബിക് റെസ്പിറേഷനും അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്ന് വിളിക്കണ ഈ പ്രോസസ്സുകാർ. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാമുള്ള ഒരു ഗ്ലൂക്കോസിനായിട്ടും 5 ഗ്രാമുള്ള ഗ്ലൂക്കോസാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണം. അവിടെ ഈസ്റ്റ് ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കി മാറ്റുകയാണ്. ആ എനർജിയാണ് നമ്മുടെ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് വരാം. പ്ലാന്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് അവരുടെ മേത്ത് തട്ടിയിട്ട് അത് മാറ്റുകയാണ്. അത് ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ആക്കിയിട്ട് മാറ്റുകയാണ്. അതാണ് അവർ ചെയ്യണത്. സോ നമ്മൾ ആ ചെടി എടുത്ത് തിന്നണമുണ്ട്, ഒപ്പം അവർ റിലീസ് ചെയ്യണ ഓക്സിജൻ ശ്വസിക്കണമുണ്ട്. ഈ 2 കാര്യങ്ങൾ കാരണമാണ് നമ്മൾക്ക് ഇപ്പോഴും ജീവിക്കാൻ പോലും പറ്റണം. ഓരോ ഇൻഹേൽ ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ലൈഫ് സ്പാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ സെല്ലിൻ്റെ ഉള്ളിലത്തെ കാർബൺ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അതാണ് നിങ്ങളിപ്പോൾ ചിരിക്കുകയാണെങ്കിലും വർത്തമാനം പറയുകയാണെങ്കിലും എന്തുമായാലും നിങ്ങളുടെ കാർബൺ ഇപ്പോൾ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കണേ. ഇതൊരു ഫുൾ സൈക്കിളിൻ്റെ ഒരു പ്രതിഫലമാണ് നിങ്ങളിപ്പോൾ ജീവിക്കണമെന്നുള്ളത് ഒരു മിറാക്കുലസ് കാര്യമാണ്. സോ ഈ ഒരു എക്സാമ്പിളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ലൈഫ് കിടക്കുന്നത് ഒരു ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാർബൺ കെമിസ്ട്രി കൊണ്ടാണ്. സോ അടുത്ത വാക്ക് എന്താ നമുക്ക് നോക്കിയാലോ? പ്രീ പ്രോഗ്രാംഡ്. സെഗ്മെന്റ് 2, പ്രീ പ്രോഗ്രാംഡ്. നമുക്ക് ഈ ഒരു പ്രീ പ്രോഗ്രാംഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഎക്സോറബിലിറ്റി. ഇതെന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വേറൊരു സുപ്രീം പവറോ അങ്ങനെ ഒന്നും തന്നിട്ടല്ല ഈ ഒരു ലൈഫ് ഇപ്പോൾ പ്രോസസ്സ് ഗോ ഡൗൺ ചെയ്തിരിക്കണേ. അതിൻ്റെ പകരം ഇതൊരു വലിയൊരു അഡാപ്റ്റേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ത്രൂ എവല്യൂഷൻ. നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു കഥയുണ്ട്. 2 ആൾക്കാർ തമ്മിലാണ്, നിക്കോബാർക്ക പീജിയൻ തമ്മിലും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്റ്റിങ്റ്റ് ആയ ഡോഡോ ബേർഡ് തമ്മിലും. എന്താണ് ഈ ഒരു ഡോഡോ ബേർഡ് എക്സ്റ്റിൻറ്റ് ആവാനും അതുപോലെ നിക്കോബാർക്ക പീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡ് നമ്മൾ ജീവിക്കുന്നുണ്ട്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫാമിലി നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. ഇതിൻ്റെ ടാക്സോണമി ഘടന നോക്കുമ്പോൾ സ്പീഷീസും ജീനസും മാത്രം ഡിഫറൻ്റ് ആണെങ്കിലും അവരുടെ ബാക്കിയുള്ള ഫാമിലി അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ സെയിമാണ്. ഒരു കാര്യമുള്ളൂ, ഈ ഡോഡോ ജീവിച്ചിരുന്നത് എവിടെയാ വെച്ചാൽ നമ്മുടെ ഈ സിറ്റി തെരുവുകളിലൊക്കെയാണ്. അവിടെ ആകുമ്പോൾ പെട്ടെന്ന് വേട്ടയാടിയിരുന്നു ഡോഡോനെ. അതുപോലെ മറ്റേ ഈ നിക്കോബാർക്ക പീജിയൻ എന്നിട്ടുള്ളൊരു പീജിയൻ ജീവിച്ചിരുന്നത് എവിടെയാ വെച്ചാൽ നമ്മുടെ ആരും പോവാത്ത ഒരു ഐലൻഡിലായിരുന്നു. സോ ഇവർ രണ്ടുപേരും തമ്മിൽ ഏകദേശം ഒരേ സിമിലാരിറ്റി ഉണ്ടെങ്കിലും അവരുടെ സ്ഥലം, അവരുടെ റീജിയൻ അവരുടെ എക്സ്റ്റിൻറ്റ് ചെയ്യാനുള്ളൊരു വലിയൊരു ഘടകമാക്കി. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ ഈ ഡോഡോ അധികം പറക്കൊന്നുമില്ല, പിന്നെ അടികൂടെ പോണ ഒരു ഇതാണ്. അപ്പോൾ വേട്ടയാടാനും എളുപ്പമായിരുന്നു മനുഷ്യന്മാർക്ക്. അതുപോലെ നിക്കോബാർക്ക പീജിയൻ ഇവരുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി പറക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഡോഡോ എക്സ്റ്റെൻഡായി, നിക്കോബാർക്ക പീജിയൻ ഇപ്പോഴും ഉണ്ട്. പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ഈ നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും പ്രീ ഡിറ്റർമൈൻഡ് ബൈ നേച്ചറാണ്. അഡാപ്റ്റേഷൻ അങ്ങനെ ആരാണോ ചേഞ്ചിന് വിധേയമായിട്ട് നിൽക്കണേ അവർ സർവൈവ് ചെയ്യും. സെഗ്മെന്റ് 3, ഇൻ്ററാക്ഷൻ. നമ്മുടെ കോംപ്ലക്സ് ഹ്യൂമൻ ലാംഗ്വേജും നമ്മുടെ കോംപ്ലക്സ് ഹ്യൂമൻ എല്ലാ ഹ്യൂമൻ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സർവൈവൽ റിപ്രൊഡക്ഷൻ എന്നുകൊണ്ടുള്ള 2 ഫാക്ടറുണ്ട് നമുക്ക് സുഖമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ മനുഷ്യരിൽ മാത്രമാണോ ഈ ഒരു സംഭവം ഉള്ളത്? നമുക്ക് വേറെ അനിമലിൻ്റെ കാര്യങ്ങളിൽ പോകാം. ബാറ്റ് ശരിക്കും പറഞ്ഞാൽ എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് വഴിയാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ തീരുമാനിക്കുന്നത്. അതായത് അൾട്രാസോണിക് വേവ്സ് അവരുടെ വാളുകൾക്കൊക്കെ അടിക്കും. അത് അവരുടെ അതുമ്മ തട്ടിയിട്ട് തിരിച്ചു വന്നിട്ട് അവരുടെ മേത്ത് കേൾക്കുമ്പോഴാണ് അവിടെ ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് അവരിങ്ങനെ പോകണേ. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഇരുട്ടത്തായാൽ പോലും അവർ സുഖമായിട്ട് പോകണേ. അതായത് കേവുകളിലാവും ഏറ്റവും കൂടുതൽ ബാറ്റുകളൊക്കെ ഉണ്ടാവുക. പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേച്ചറും അതുപോലെ തന്നെ ഈ ഒരു ബാറ്റും തമ്മിലുള്ള
ഇൻട്രാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതും വേണ്ട, നമുക്ക് വേറൊരു കാര്യം നോക്കാം. മോളിക്യുലർ ലെവലിൽ ഇത് എങ്ങനെയാണ് നോക്കാം. ദർ ഇസ് എ ടൈം കോൾഡ് അലോസ്റ്റെറിക് ഇൻട്രാക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ 2 പിക്ചറുകൾ കാണുണ്ടാവും. ഒന്ന് ഇൻഹിബിഷനും ഒന്ന് ആക്ടിവേഷനും. നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് അനോലോഗി എടുത്തിട്ട് ഇത് കണക്ട് ചെയ്യാം. നമ്മൾ ഓടുകയാണെന്ന് വിചാരിക്കുക. ഓടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഓക്സിജൻ്റെ അളവ് ഭയങ്കര കൂടുതലാവും. ഇത് കൂടുതലാവുമ്പോൾ തന്നെ അത് വിയർക്കാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വേറൊരു എനർജിയും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവേഷൻ ഓണാക്കും. വേറൊരു ഇത് വന്നിട്ട് ഒരു സബ്സ്ട്രേറ്റ് പോലത്തെ ഒരു ഇത് വന്നിട്ട് അതിൻ്റെ അടിയിൽ പിടിക്കും, ഇമേജിൽ കാണുന്ന പോലെ. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഓക്സിജൻ ഇങ്ങനെ കയറും. അതാണ് ഇപ്പം ചെയ്യുക. ഇനി സപ്പോസ് നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല, അവിടെ വെറുതെ റെസ്റ്റ് ചെയ്യാണ്. സോ അവിടെ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിനിലുള്ള പ്രോട്ടീൻ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുക. ഓക്സിജൻ കുറച്ച് മതി എന്നുള്ള രീതിയിൽ ഇൻഹിബിറ്റ് ചെയ്യും. അതിൻ്റെ അടിയിൽ വേറെ കാര്യങ്ങൾ കൊണ്ടുപോയി വരും. അതിനാണ് അങ്ങനെ ചെയ്യുക. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് രണ്ടും ഒരു ഇൻട്രാക്ഷൻ തന്നെയാണ്. അടുത്ത തമ്മിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. സെഗ്മെൻറ്റ് 4 അഡാപ്റ്റേഷൻ. ഗ്രിസ്ലി ബിയർ എന്ന് പറഞ്ഞൊരു ബിയർ ഉണ്ട്. അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണവ് കാലമാകുമ്പോൾ ഇവരുടെ എനർജി സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് എനർജി ഉപയോഗിക്കുള്ളവർ, അതിന് പറയുന്ന പേരാണ് ഹൈബർനേഷൻ അല്ലെങ്കിൽ ഹിബർനേഷൻ എന്ന് പറയും. അത് ഇവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒരു നിലത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കിടക്കും, ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കും. എന്നിട്ട് സർഫസ് ഏരിയ, അവർക്ക് ഫിസിക്സ് ഒന്നും അറിയില്ല, സർഫസ് ഏരിയ കൂട്ടിയിട്ട് അവരുടെ മേലുണ്ടാവുന്ന എനർജിയും എല്ലാം കുറയ്ക്കും. അപ്പോൾ ഇതിനെ പറഞ്ഞ പേരാണ് ഹൈബർനേഷൻ. അപ്പോൾ ഇവർ അഡാപ്റ്റ് ചെയ്യാണ്. ഇവർക്ക് ഇത് ഫിസിക്സ് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, അവർ മെല്ലെ അഡാപ്റ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വേറെ അല്ലാതെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മരിച്ചു പോകും, അല്ലാത്ത ആൾക്കാരുടെ ജീൻ പാസ് ഡൗൺ ചെയ്യും. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുരങ്ങുന്ന് മനുഷ്യനുണ്ടാവുകയാണ്, അതുപോലെ തന്നെ വേറൊരു ജന്തുവിൽ നിന്ന് കുരങ്ങനുണ്ടാവുകയാണ്. തെറ്റാണത്, അങ്ങനെയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ജിറാഫ് ഉണ്ട് വിചാരിക്കുക, നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ജിറാഫിന് നമ്മുടെ ടോളസ്റ്റ് ജിറാഫിനാണ് പഴങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ചെറിയ ജിറാഫുകളായിരിക്കും ആദ്യം ഉണ്ടാവുക. പക്ഷേ അതിൽ നിന്ന് ഏതിനാണോ ഇപ്പോൾ ആ ഒരു പഴം കഴിക്കാൻ പറ്റുന്നത് അത് സർവൈവ് ചെയ്യും. ആ സർവൈവ് ചെയ്ത് ജിറാഫ് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീന് ട്രാൻസ്മിറ്റ് ചെയ്യും അവരുടെ കുട്ടികളിലൂടെ. അങ്ങനെ ആ ഒരു ഈ പോപ്പുലേഷനെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് എവല്യൂഷൻ. നമുക്ക് അഡാപ്റ്റേഷൻ്റെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ തന്നെ എടുക്കാം. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ നമ്മളൊരു ഷുഗർ കഴിച്ചു വിചാരിക്കുക. നമ്മളത് എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഷുഗർ ഇൻസുലിനായിട്ട് പോയിട്ടുണ്ടാവും പാൻക്രിയാസ് ഗ്ലാൻഡിൽ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ എന്നുകൊണ്ടുള്ള ഒരു ഇതിൽ. പക്ഷേ അത് നമ്മൾ എക്സർസൈസ് ചെയ്താൽ നമുക്ക് ആ ഷുഗർ ഫുള്ള് നമുക്കൊരു എനർജി ആയിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ അഡാപ്റ്റ് ചെയ്താണ് നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കും ഫാറ്റ്, അതായത് ഇൻസുലിൻ കെട്ടിക്കിടക്കും. അതാണ് ഫാറ്റായിട്ട് മാറുന്നത്. സോ ഇപ്പോഴും വേറൊരാൾക്ക് കുറേ തെറ്റിദ്ധാരണയുണ്ട്. ഈ ഷുഗർ കഴിക്കുമ്പോൾ കഴിക്കാൻ പാടില്ല, ഷുഗർ ഡയറ്റ് എടുക്കുന്നതൊക്കെ ഭയങ്കര ഡയറ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. എന്താ വെച്ചാൽ നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഡയറ്റിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് എത്ര വെച്ചാൽ ഷുഗർ കഴിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അവിടെ ഷുഗർ സ്പൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, എനർജി സ്പൈക്ക് എന്നുണ്ട്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമുക്ക് അടുത്ത ഒരു ടൈം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സെഗ്മെൻറ്റ് 5 റീപ്രൊഡക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നമ്മുടെ റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ. ഒന്ന് ഓർഗാനിസം ബേസ്ഡ് പറയുകയാണെങ്കിൽ സെക്സ്വലും അതുപോലെ തന്നെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോളിക്യുലർ ലെവലിൽ നോക്കുകയാണെങ്കിൽ പോലും DNA റെപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് 8 ഉള്ളിലേക്ക് പോകാം. നമുക്ക് സെല്ലുലാർ ലെവലിൽ നോക്കാം. അതിൽ മൈറ്റോസിസ്, മിയോസിസ്, ബൈനറി ഡിവിഷൻ അതൊക്കെ അവിടെ വരണേ. നമുക്ക് അതിൽ ഒരെണ്ണം എടുത്തിട്ട് അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ വീഡിയോ തന്നെ മതിയാവില്ല. ഈ മൈറ്റോസിസിൽ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇൻ്റർഫേസ് കണ്ടിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. അതിൽ നമ്മുടെ ക്രോമോസോംസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. ക്രോമാറ്റിഡ്സ് ആയിട്ട് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ എൻവലപ്പിലൊക്കെ അങ്ങനെ കുറയാൻ തുടങ്ങും. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് പ്രോഫേസ് ആണ്. പ്രോഫേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോമാറ്റിഡ്സ് ഒക്കെ പറഞ്ഞ പോലെ ഈ ന്യൂക്ലിയസ് നന്നായിട്ട് വലുതാവാൻ തുടങ്ങും. അതുപോലെ തന്നെ ക്രോമാറ്റിഡ്സ് ഒക്കെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സെൻറ്ററിലേക്ക് അറേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് ഇതിനെ മെറ്റാഫേസ് എന്ന് വിളിക്കുന്നത്. അവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു 2 കൂട്ടം ഇത് നമ്മുടെ ആക്സിസിൽ പോൾസിലായിട്ടുണ്ടാവും. ആ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ ഒരു ക്രോമാറ്റിഡ്സിനെ വലിക്കും, എന്നിട്ട് അതിനെ ഒന്നാക്കും. അതിനെ പറഞ്ഞ പേരാണ് അനാഫേസ്. ഈ അനാഫേസിലുള്ള ഓരോ ക്രോമസോംസും അങ്ങനെ ഉണ്ടാവുകയാണ് ഈ ക്രോമാറ്റിഡ്സിനെ കട്ട് ചെയ്തിട്ടുള്ളത്.
ആ ക്രോമസോംസ് ഈ ടീലോ ഫേസിൽ നമ്മുടെ 2 ന്യൂക്ലിയസ് ആയിട്ട് ഈ വലിയൊരു ന്യൂക്ലിയസും ഈ സെല്ലും സ്പ്ലിറ്റ് ആവുന്നതാണ്. അതാണ് ടീലോ ഫേസ്. ഇനി അങ്ങനെ നമ്മുടെ ഡോക്ടർ സെൽസ് 2 ഉണ്ടാവുകയാണ്. നമ്മുടെ ശാസ്ത്രം ഇത്രയൊക്കെ ഉയർന്നെങ്കിലും ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭയങ്കര മില്ലി സെക്കൻഡ് മതി. ഇത് കാരണം തന്നെയാണ് നിങ്ങളുടെ ബ്ലഡ് ക്ലോട്ടാ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹെയർ സെൽസ് പോകുന്നതാ, അതൊന്നും ഒരു പ്രശ്നമില്ലാതെ സെക്കൻഡിൽ നമ്മുടെ പെട്ടെന്ന് അതൊക്കെ റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് നല്ല സ്കിന്നൊക്കെ വരണേ. അതുപോലെ നമുക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മൈറ്റോസിസും ഒക്കെ കാരണം. സോ ഇപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ ഏകദേശം ഫുള്ളായിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും ചോദ്യങ്ങളുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ കഴിഞ്ഞത് അടങ്ങിയിട്ട് ഫുള്ള് ലൈഫ് ക്യാൻ വി എക്സ്പ്ലെയിൻ ലൈഫ് ത്രൂ സയൻസ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇതിനൊരു ഉത്തരം നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോൺഷ്യസ്നെസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അറിയില്ല ഫുള്ളായിട്ട്. ഈ വീഡിയോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്ക്ലൈമറിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് പറ്റണത്ര ബെറ്റർ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളതാണ്. ഇവിടെ കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ട് എന്താണ് ലൈഫ്, മീനിങ് ഓഫ് ലൈഫ് എന്ന് അത്ര ഉള്ളൂ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ എൻ്റെ അടിയുന്നതാണ്. പക്ഷേ കുറച്ചേരം നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഷെയർ ചെയ്യാം. സെഗ്മെൻറ്റ് 6 ലൈഫ് ആൻഡ് ലിവിങ് ബീയിങ്സ്. യുവൽ നോവ ഹറാറിയുടെ ഒരു ബുക്കിൽ സാപ്പിയൻസ് എന്നുള്ള ബുക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ട് ഇതുപോലെ ഉണ്ടായത് തന്നെയാണ്. അതിലൊരു അടിപൊളി സ്റ്റോറി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഹ്യൂമൻസ് ഹോമോ സാപ്പിയൻസ് ഉണ്ടായത് വലിയൊരു എവല്യൂഷൻ്റെ ബാക്കിൽ നിന്നാണ്. അപ്പോൾ ആദ്യം ഉണ്ടായത് ഈ ഒരു ഹോമോ നിയന്ത്രിതാലൻസിസ് അങ്ങനത്തെ മനുഷ്യരാണ്. അവരോട് മുന്നേ കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ വന്നപ്പോഴാണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ബ്രെയിൻ ഇത്ര കനമുള്ളതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വിചാരിക്കേണ്ടാവും ബ്രെയിൻ എന്ത് ഇത്ര ചെറുതല്ല, ബോഡി പാർട്സ് എല്ലാം ഏറ്റവും കൂടുതൽ എനർജിക്ക് ഉപയോഗിക്കുകയാണ്. അല്ല, നമ്മുടെ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുക. സോ ആദ്യത്തെ കാലഘട്ടത്തിൽ ഈ ബ്രെയിൻ ഭയങ്കര വലിയൊരു തിരിച്ചടി. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുക വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ജീവികളുടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നടക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു കുട്ടി ജനിക്കുക പറഞ്ഞാൽ അങ്ങനെയില്ല. അത് ഭയങ്കരമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് ജനിക്കുക. സോ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര വലിയൊരു ഇത് തന്നെയാണ്. അവിടെ ഭയങ്കര വലിയ എനർജി പോവാണ് അതിലേക്ക്. പക്ഷേ ഈ ഒരു ബ്രെയിൻ തന്നെ നമുക്കൊരു ഉപകാരമായിട്ട് വന്നു. എപ്പോഴാണെന്ന് അറിയാം, നമ്മുടെ ഫുഡൊക്കെ നമുക്ക് ഉണ്ടാകണം, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എല്ലാവരും ആനിമൽസിനും. അപ്പോൾ നമ്മുടെ കുടല് ഭയങ്കര ചെറുതായിരുന്നു അപ്പോഴും ഇപ്പോഴും ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കാരണമുള്ള ഒരു ബുദ്ധി കാരണം നമ്മുടെ തീ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫുഡൊക്കെ വേവിച്ചിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഈ ബ്രെയിൻ കാരണം നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. സോ നമ്മൾ മീനിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡിപ്രസ്ഡ് ആവണോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ 2 കാര്യങ്ങളായിട്ട് മെയിനായിട്ട് ഇതിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു യൂണിവേഴ്സിൽ എന്തൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് മോർ ബെറ്റർ വേയിൽ നമുക്ക് തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലിസിറ്റി നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. നമ്മൾ ഇത്ര ചെറുതാണ്, നമ്മൾ ഇത്ര വലിയ യൂണിവേഴ്സിൽ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ചെറിയൊരു ക്രീച്ചറാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിംപ്ലിസിറ്റി നമ്മുടെ ഇതിലുണ്ടാവുന്നത് നല്ലതാണ്. സോ ഈ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ലൈഫ് ലിവിങ് ബീയിങ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി വേറെയുള്ള കോൺസെപ്റ്റാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ലിവിങ് ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ഉണ്ടാവുന്ന ഒരു സിസ്റ്റമാണ്. എ വാട്ടർ ഇൻ എ കണ്ടെയ്നർ ഈസ് എ ബെസ്റ്റ് അനലോഗി ടു ദിസ്. സോ ലിവിങ് ബീയിങ്സിൻ്റെ എല്ലാം നമ്മുടെ മനുഷ്യരുടെ എല്ലാ ഒരു കാര്യങ്ങളും വരുന്നത് ഈ സർവൈവൽ റിപ്രൊഡക്ഷൻ എന്നുള്ള 2 കാര്യങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച വലിയൊരു കോംപ്ലക്സ് ഫാക്ട്സാണ്. അപ്പോൾ ചിലവർക്ക് അതിന് മീനിങ് ഉണ്ട്, നമ്മുടെ ലിവിങ് ബീയിങ്സിന് മീനിങ് ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ മീനിങ് ഒക്കെ നിശ്ചയിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസസ് ആവും, പാസ്റ്റുള്ള എക്സ്പീരിയൻസസ്. നമ്മുടെ സർവൈവൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗോൾ ഡിറ്റർമിനേഷനും അതൊക്കെ നമ്മളെ ഇതിലുണ്ടാവണേ ഈ ലോങ് ടേം സാറ്റിസ്ഫിക്കേഷനൊക്കെ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു മീനിങ്ങിലൂടെയാണ്, ഈ ഒരു സർവൈവൽ മീനിങ്ങിലൂടെയാണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പോലീസുകാരൻ്റെ മോനാണ്, അപ്പോൾ അഴിമതിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനാണ്. അങ്ങനെ നല്ലൊരു സത്യസന്ധനായ ഒരു പോലീസുകാരനായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ മൂലം ഭയങ്കര ടോർച്ചറൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഭയങ്കര സത്യസന്ധതയ്ക്ക് എതിരെ പ്രവർത്തിച്ചിട്ട് അവരെ കൊന്നു എന്ന് വിചാരിക്കുക ആ ഒരു പോലീസുകാരനെ. അപ്പോൾ അവരുടെ മകള് മെയിനായിട്ട് എന്താ വിചാരിക്കുക, എനിക്ക് സത്യസന്ധമായിട്ടൊരു പോലീസുകാരനാവണം, എനിക്ക് റൗഡികളിനൊക്കെ തുരുത്തണം എന്നിട്ട് അങ്ങനെ ഉണ്ടാവും.
സോ അതൊക്കെ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻസിനും എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ലിവിങ് ബീയിനും ഓരോ മീനിങ് ഉണ്ടാകുന്നത്. അതിനർത്ഥം ഈ ലിവിങ് ബീയിന് മീനിങ് ഇല്ല എന്നല്ല. സോ ലൈഫ് ഈസ് എ പ്രോസസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിസ്റ്റം ലൈക്ക് ലിവിങ് ബീൻസ്. അത്രയ്ക്ക് ഇപ്പോൾ ഈ വീഡിയോ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോഴത്തെ ജനറേഷനിലെ ഏറ്റവും കൂടുതൽ പിള്ളേരൊക്കെ അഡിക്റ്റഡ് ആവുന്നത് എന്തിലാ വെച്ചാൽ ഫോണിലാണ്. ഈ ഫോണ് നമ്മൾക്ക് ഈ ഒരു അഡിക്ഷനെ പരം പ്രൊഡക്ടിവിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫോൺ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ ആപ്പും ഇതൊക്കെ അതിൽ തന്നെയുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഒന്നും അറിയില്ല. സോ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ക്ലിക്ക് ചെയ്യുക, എന്തായാലും അവിടെ കാണാം.